ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർച്ചയായിട്ടുള്ള 2 പരാജയങ്ങൾക്കും ഒരു നോ റിസൾട്ട് മത്സരത്തിനും ശേഷം ഇതാ KKR വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അവർക്കിത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം ഈ ഒരു മത്സരം തോൽക്കുകയാണെങ്കിൽ പിന്നീടുള്ള സീസണിലെ മുന്നോട്ടുള്ള പോക്ക് തീർച്ചയായിട്ടും ദുഷ്കരമായി പോകുമായിരുന്നു. പക്ഷേ 14 റൺസിന്റെ കിടിലം വിജയം KKR സ്വന്തമാക്കിയിരിക്കുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് കൊൽക്കത്തയായിരുന്നു. 205 റൺസ് വിജയലക്ഷ്യവുമായിട്ടാണ് DC മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയത്. പക്ഷേ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസിലേക്ക് എത്താൻ മാത്രമേ ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കുകയും ചെയ്തുള്ളൂ. ഇതോടുകൂടി പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ നിലവിലെ ചാമ്പ്യന്മാർക്ക് സാധിച്ചിരിക്കുന്നു. മാത്രവുമല്ല മറ്റ് 2-3 ടീമുകളുടെ കാര്യവും കുറച്ചുകൂടി എളുപ്പമായി മാറിയിട്ടുമുണ്ട്. കാരണം DC ഇന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ 14 പോയിന്റുകളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ LSGക്കും PBKസിനും രാജസ്ഥാൻ റോയൽസിനും SRHനും ഒക്കെ അത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്ലേ ഓഫിന് വേണ്ടി എല്ലാ ടീമുകളും മല്ലടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിജയമാണ് ഈ ടീമുകൾക്ക് ഒരൽപ്പം ആശ്വാസകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ സുനിൽ നരേൻ നടത്തിയിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. KKRന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അജിങ്ക്യ രഹാനെക്ക് പകരവും അദ്ദേഹമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതും. വാട്ട് എ പെർഫോമൻസ് മാൻ! അതെ, ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും ഒക്കെ തന്റേതായിട്ടുള്ള റോൾ ഗംഭീരമായി നിർവഹിച്ച സുനിൽ നരേന് കൈയടിച്ചേ പറ്റൂ. എന്തൊരു പ്രകടനമായിരുന്നു അത്! ഡൽഹി ക്യാപിറ്റൽസിനെ ഒറ്റക്ക് തീർക്കുകയായിരുന്നു സുനിൽ നരേൻ എന്ന് തന്നെ പറയേണ്ടി വരും. വരുൺ ചക്രവർത്തിയുടെ തകർപ്പൻ ബോളിംഗ് പ്രകടനവും കാണാതെ പോകരുത്. ഡൽഹിയെ തോൽപ്പിക്കുന്നതിൽ KKRന്റെ ഓരോ ബോളർമാരും നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾക്കും ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഏതായാലും പവർ പ്ലേയിൽ നിന്ന് 2 നിർണായക വിക്കറ്റുകൾ DCക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അഭിഷേക് പോറൽ 4 റൺസ്, കരുൺ നായർ 15 റൺസ്. പിന്നീട് KL രാഹുൽ കൂടി റൺഔട്ട് ആയത് അവർക്ക് വലിയ തിരിച്ചടിയാക്കി. ഒരറ്റത്ത് ഉറച്ചിരുന്ന ഫാഫ് ഡു പ്ലസിയുടെ പ്രകടനം DCക്ക് ചെറിയ പ്രതീക്ഷകൾ നൽകിയെങ്കിൽ കൂടി അക്സർ പട്ടേൽ കൂടി ക്രീസിലെത്തിയതോടുകൂടി DCയുടെ ആ ഒരു പ്രതീക്ഷകൾ ഇരട്ടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. 23 പന്തുകളിൽ 43 റൺസാണ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെ സംഭാവന. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അപകടങ്ങൾ കാണുന്ന സമയത്ത് KKR വിക്കറ്റുകൾ വീഴ്ത്തിയത് തന്നെയാണ് അവർക്ക് ഈ ഒരു മത്സരത്തിൽ വിജയം സമ്മാനിച്ചതും. അതെ, തീർച്ചയായിട്ടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പിടിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വിജയം കൂടിയാണിത്. ഡൽഹി ക്യാപിറ്റൽസ് ഈ ഒരു മത്സരം പരാജയപ്പെട്ടെങ്കിൽ കൂടി വിപ്രാജനികം നടത്തിയിട്ടുള്ള ആ ഒരു പ്രകടനത്തിനും കൈയടിക്കണം. അതെ, ഒറ്റയാൾ പോരാളിയായി വിപ്രാജനികം അടിച്ചു തകർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ DC ഇതാ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ മത്സരത്തിലും പരാജയം അറിഞ്ഞിരിക്കുന്നു. KKR വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. മറ്റുള്ള ടീമുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരൽപ്പം ഗുണകരവുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.